മഴയാണ്, പെരുമഴയാണ്, മഴ തന്നെയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വാർത്തയും. അതീവ ജാഗ്രത വേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മഴ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സംസ്ഥാനത്ത് മഴ തുടരുന്നു. രാത്രി പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, ഇടുക്കി എന്നീ 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. എറണാകുളത്ത് 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മഴ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഡാനി പോളും, വി വി അരുണും, ജി ശ്രീജിത്തും, ശശിനാരായണനും, പ്രിൻസ് ജെയിംസും വിവരങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ പോകാം. അവിടുത്തെ സാഹചര്യം വളരെ ദുരിതപൂർണമാണ്. ഡാനി പോൾ ചേരുന്നുണ്ട് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മഴയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് ഈ കൊച്ചി മഴയിൽ മുങ്ങിപ്പോകുന്നതിനെ കുറിച്ച്. ഒറ്റ മഴ പെയ്താൽ തന്നെ കൊച്ചി മുങ്ങും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അതിനുശേഷമാണ് പൊടുന്നനെ ഒരു മഴ സംഭവിക്കുന്നതും കൊച്ചി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ തന്നെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നതും. എന്താണ് നിലവിലത്തെ സാഹചര്യം? ഗുഡ് മോർണിംഗ്. ഇന്നും മഴ തുടരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ഇതിന് രീതിയിൽ ഇന്ന് കുറച്ച് ആശ്വാസം ഉണ്ട്. കാരണം വലിയ രീതിയിലേക്ക് ശക്തി പ്രാപിച്ചിട്ടില്ല എന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴും വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് ഇതേ രീതിയിൽ തന്നെ തുടരുന്നു എന്നതാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ അതിശക്തമായ രീതിയിലാണ് മഴ ലഭിച്ചത്. രാത്രിയിൽ പലയിടത്തും തന്നെ നഗരത്തിൻ്റെ പല കേന്ദ്രങ്ങളിലും സ്ഥലങ്ങളിലും എല്ലാം തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. പ്രത്യേകിച്ച് പനമ്പള്ളി നഗരം, KSRTC ബസ് സ്റ്റാൻഡ്, കലൂര്, പ്രധാന നിരത്തായ MG റോഡ്, അങ്ങനെ തുടങ്ങിയ മേഖലകളിലെല്ലാം റോഡുകളിലടക്കം ഗതാഗതം സ്തംഭിക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ മാറിയിരുന്നു. പക്ഷേ അത് അർദ്ധരാത്രിയോടെയായിരുന്നു, അതിശക്തമായൊരു മഴയിലൂടെയായിരുന്നു സമയം കടന്നുപോയത്. അതിനെ തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ഈ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിരുന്നു. പനമ്പള്ളി നഗരം പലയിടങ്ങളിലും കടകളിൽ രാത്രി വെള്ളം കയറിയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും, പ്രത്യേകിച്ച് KSRTC ബസ് സ്റ്റാൻഡ് പരിസരം, കാരിക്കാമുറി റോഡ് തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറുന്നൊരവസ്ഥയിലേക്ക് അടക്കം നീങ്ങിയിരുന്നു. ഇപ്പോൾ മഴ കുറഞ്ഞതുകൊണ്ട് മാത്രം വെള്ളക്കെട്ടിനും ഒരു കുറവുണ്ട് എന്നതുകൂടി പറയേണ്ടി വരുന്നു. അത് മഴയുടെ ഒരു കുറവ് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ടത്, ഇന്ന് എറണാകുളം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുള്ളതാണ്. കാക്കനാട് കീരേലി മല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു മണ്ണിടിച്ചിലിൻ്റെ വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടുന്ന് മഴ ശക്തമാകുമ്പോൾ അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 9 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. 20ഓളം പേർ ഈ ക്യാമ്പിൽ ഉണ്ട്. മണ്ണിടിച്ചിലിൻ്റെ വളരെ സജീവമായൊരു സാധ്യത മേഖലയിലുണ്ട് എന്നതാണ്. അവർക്ക് വേണ്ടി പുനരധിവാസ പദ്ധതികൾക്കടക്കം രൂപം നൽകിയിരുന്നു. നേരത്തെ നമ്മൾ അവരുടെ ദുരിതങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യേണ്ടത് രൂപം നൽകിയിരുന്നു. അത് പ്രാവർത്തികമായിട്ടില്ല എന്നതാണ്. തിരിച്ച് കൊച്ചി നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ള വെള്ളക്കെട്ടുകൾക്ക് ഇപ്പോഴുള്ളൊരു താൽക്കാലിക ശമനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുടെ ഇപ്പോഴുള്ള പെയ്ത്തിലെ അതിൻ്റെ ഒരു തോത് കുറഞ്ഞതുകൊണ്ട് മാത്രമാണ്. മഴ ശക്തമായാൽ വീണ്ടും വെള്ളക്കെട്ട് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം. അതാണ് ഡാനി ആശങ്ക. കാരണം ഇന്നും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യത അത് കൂടുതലാകും എന്ന് കരുതണം, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് കരുതേണ്ടത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കനാലുകളുടെ ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി, അതോടൊപ്പം അതിൻ്റെ ഒരു കൃത്യമായൊരു ശുചീകരണം. ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് മന്ദീഭവിച്ചു. പല കാരണങ്ങൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ അത് വെള്ളക്കെട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഈ സമയത്ത് ഓടി നടന്ന പലയിടത്തും തടസ്സങ്ങൾ നീക്കാനും വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് സുഗമമാക്കാനും എല്ലാം വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും വെള്ളം അധിക നേരം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അധിക നേരം തങ്ങി നിൽക്കുന്നതും കാര്യമായ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലേക്ക്
ആ കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. പക്ഷേ വെള്ളം റോഡിലെ പ്രധാന നിരത്തുകളിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്, കടകളിലേക്ക് കയറുന്നുണ്ട്. ഈ കടകളിലേക്ക് കയറുന്നത് വീണ്ടും ശുചീകരിക്കാനും എല്ലാം തീർച്ചയായും അധികം സമയമെടുക്കും. മറ്റ് കനാലുകൾ, പേരണ്ടൂർ ഉൾപ്പെടെയുള്ള കനാലുകളുടെ പോള നീക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെട്ടതായി വലിയ ആക്ഷേപമുണ്ട്. അവിടങ്ങളിലെല്ലാം ഫ്ലോട്ടിംഗ് JCB ഉപയോഗിച്ചുകൊണ്ട് പണി തുടരുന്നുണ്ട്. ഇതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ന്യൂനമർദ്ദമാണ്. അത് നഗരസഭയുടെ അടക്കം കണക്കുകൂട്ടലുകൾ തെറ്റി എന്നാണ് നഗരസഭ പറയുന്നത്. അതെന്തായാലും ജനങ്ങളുടെ ജീവിതത്തിൻ്റെയും താളം തെറ്റുന്നുണ്ട്. ഇതുപോലുള്ള മഴ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ നമ്മുടെ ഈ വർഷകാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടത്തേണ്ടിയിരുന്നില്ലേ എന്നൊരു മറു ചോദ്യം തന്നെയാണ് മഴയ്ക്കൊപ്പം ശക്തമാകുന്നത്. അതെ, നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ അടക്കം കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ് ഡാനി, ഈ ഇൻഫോ പാർക്കിന്റെ ഓഫീസിനുള്ളിലേക്ക് പോലും ഇത്തരത്തിൽ അതിശക്തമായ വെള്ളം കയറുന്ന കാഴ്ച. എന്താണ് അവിടുത്തെയൊക്കെ ഒരു സാഹചര്യം? ഈ കടകളിലും അടക്കം ഇത്തരത്തിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടോ? ചിത്രപ്പുഴയുടെ കൈവഴിക്ക് സമീപമാണ് ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റി തുടങ്ങിയ പദ്ധതികളെല്ലാം തന്നെ വന്നിരിക്കുന്നത്. സ്വാഭാവികമായും അത് കണക്കിലെടുക്കുന്നതുകൊണ്ട് തന്നെ, കാരണം അവിടെ എല്ലാം തന്നെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാവുന്ന അതിൻ്റെ ഒരു ഒഴുക്ക് കൃത്യമായ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് കഴിഞ്ഞില്ല. കാരണം ആ കൈവഴികൾ, ചിത്രപ്പുഴയുടെ കൈവഴികളെല്ലാം കാലങ്ങളായി പോള അടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അത് കൃത്യമായ രീതിയിലുള്ള പദ്ധതികളോട് നവീകരിക്കപ്പെട്ടാൽ മാത്രമേ അവിടങ്ങളിലെ വെള്ളക്കെട്ട് ഭീഷണി അടക്കം ഒഴിവാകുകയുള്ളൂ. അതൊന്നും ഉണ്ടായില്ല. നമ്മൾ ആ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ ഇൻഫോ പാർക്കും അതിൻ്റെ പരിസരങ്ങളുമെല്ലാം കനത്ത മഴയിൽ, അത് പുഴയിൽ നിന്നും അടക്കം വെള്ളം കയറി എവിടേക്കും ഒഴുകിപ്പോകാനില്ലാത്ത രീതിയിലേക്ക് ആണ് ഇത് പണിത് വെച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്നു. കാരണം ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി, ഓടകളുടെയും ഇതിൻ്റെ ഒരു ശുചീകരണ പദ്ധതികളുടെയും ഒന്നും ഒരു കണക്ടിവിറ്റി കൃത്യമായ രീതിയിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തിരിച്ച വെള്ളം വളരെ ശക്തിയോടെ ഇരച്ചെത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. ഇൻഫോ പാർക്കിൻ്റെ പ്രവർത്തനത്തെ, പല ഓഫീസുകളുടെയും പ്രവർത്തനത്തെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. പലയിടത്തും പൂർണ്ണമായും ഓഫീസ് അടച്ചിടേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരുന്നു. മഴ തുടരുന്നുണ്ട്. അതിനിടയിൽ ഇപ്പോൾ കുറച്ച് ആശ്വാസം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി, കഴിഞ്ഞ കുറേ ഇടവിട്ട് പെയ്യുന്നു എന്നതാണ്. അതിൻ്റെ ഒരു ആശ്വാസം ആ മേഖലയിലുമുണ്ട്. എന്തായാലും ശുചീകരണ പ്രവർത്തനങ്ങളടക്കം അവിടെ നടക്കുകയാണ്. ആ രീതി ഇത് ഇൻഫോ പാർക്കും അതിൻ്റെ ഒരു പരിസര പ്രദേശങ്ങളും, ഒരുപക്ഷെ വലിയ വെള്ളക്കെട്ടും കാര്യങ്ങളും ഉണ്ടായപ്പോൾ പോലും ഇൻഫോ പാർക്കിന് അത്ര ഭീഷണി ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്ന പുതിയ സാഹചര്യം എന്തുകൊണ്ടാണ് ഇത്ര കണ്ട അവിടെ വെള്ളക്കെട്ടിലേക്ക് പോകാൻ? ഒരു മണിക്കൂറുകൾ നീണ്ട മഴ കൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് മേഖലയിൽ വെള്ളക്കെട്ട് ഉണ്ടായി. അപ്പോൾ പുതിയതായ രീതിയിൽ അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ ഓവുചാലുകളുടെ നവീകരണവും നിർമ്മാണവും ഒന്നും കൃത്യമായിരുന്നില്ല എന്നതാണ്. കാരണം നമ്മൾ ഏറ്റവും അവസാനം നിർമ്മിക്കുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അവസാനം മാത്രമേ ആലോചിക്കുകയുള്ളൂ. അതുകൊണ്ട് വരുന്ന ദുരിതങ്ങൾ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതിപ്പോൾ ഇൻഫോ പാർക്കിനെയും അത് ബാധിച്ചിരിക്കുന്നു. മഴ കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഒരു പഴയ താളത്തിലേക്ക് തിരിച്ചെത്തും. ആ രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും